IPL 18-ാം അംഗത്തിൽ ചെന്നൈയും രാജസ്ഥാനും പുറത്തായി കഴിഞ്ഞു. മൂന്നാമത്തെ ടീം ഏതെന്ന ചോദ്യത്തിന് മുന്നിൽ ആശങ്കയോടെ നിൽക്കുകയാണ് ഹൈദരാബാദ്. ഗുജറാത്തിനോട് നിർണായക മത്സരത്തിൽ തോറ്റതോടെ പ്ലേ ഓഫ് പ്രതീക്ഷ ഏറെക്കുറെ അവസാനിച്ചു സൺറൈസേഴ്സ് ഹൈദരാബാദിന്. ഇനിയുള്ളത് അവസാനത്തെ കച്ചിത്തുരുമ്പ്. ഇന്ന് ഡൽഹിയോട് സ്വന്തം മണ്ണിൽ ഇറങ്ങുമ്പോൾ ജയമല്ലാതെ മറ്റൊന്നും മതിയാകില്ല. തോറ്റാൽ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന മൂന്നാമത്തെ ടീമാകും ഹൈദരാബാദ്. ഓരോ മത്സരത്തിനും നോക്കൌട്ടിന്റെ ആവേശമുണ്ട്. ജയിച്ചാൽ മാത്രം പോരാ, മികച്ച ജയം വേണം മുന്നേറാൻ. തുടർച്ചയായ 2 തോൽവികൾക്ക് ശേഷമാണ് ഡൽഹി ഇറങ്ങുന്നത്. ഹൈദരാബാദും നിരാശയിൽ. കരുത്തരെല്ലാം കയ്യിലുണ്ടായിട്ടും കളം കൈവിട്ട അവസ്ഥയാണ് ഹൈദരാബാദിന്. തോൽവികൾ ഏറ്റുവാങ്ങുമ്പോഴും ടീമിൽ അഴിച്ചുപണി നടത്തുന്നില്ല ഹൈദരാബാദ്. കാരണം ഒന്നേയുള്ളൂ, ഉള്ളവരെല്ലാം മികച്ചവരാണ്. മിന്നും പ്രകടനം നടത്തി ഈ സീസണിൽ തന്നെ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് താരങ്ങൾ. പക്ഷേ ടീം ഒന്നായി ജയത്തിനായി പൊരുതിയാൽ മാത്രമേ മുന്നേറാനാകൂ. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും മികച്ച തുടക്കം നൽകിയിട്ടും കഴിഞ്ഞ മത്സരത്തിൽ ടീം തോറ്റു. ഇഷാൻ കിഷൻ, ഹെൻറിച്ച് ക്ലാസൻ, അനികേത് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി വമ്പനടിക്കാരുടെ നിര തന്നെയുണ്ട് ഹൈദരാബാദിന്. ആദ്യ മത്സരത്തിൽ റെക്കോർഡ് സ്കോർ കുറിച്ച് തെളിയിച്ചതുമാണ്. പക്ഷെ പിന്നീട് 9 മത്സരങ്ങളിൽ 200 റൺസ് കടന്നത് ഒരേ ഒരു തവണ മാത്രം. പാറ്റ് കമ്മിൻസിന്റെ നേതൃത്വത്തിലുള്ള ബൌളിംഗ് നിരയും ശക്തം. പക്ഷേ 4 മത്സരങ്ങളിൽ 200-ന് മുകളിൽ സ്കോർ വഴങ്ങി ഹൈദരാബാദ്. തുടർച്ചയായി 4 മത്സരങ്ങളിൽ ജയിച്ചാണ് ഈ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസ് തുടക്കമിട്ടത്. എന്നാൽ അടുത്ത 6 മത്സരങ്ങളിൽ ജയിക്കാനായത് വെറും 2 മത്സരങ്ങളിൽ മാത്രം. 10 കളിയിൽ 12 പോയിന്റുള്ള ഡൽഹിക്ക് പ്ലേ ഓഫ് തൊട്ടരികിലാണ്. പക്ഷേ ഇനിയുള്ള മത്സരങ്ങൾ വളരെ നിർണായകം. പഞ്ചാബ്, ഗുജറാത്ത്, മുംബൈ ടീമുകളെയാണ് ഹൈദരാബാദിന് പിന്നാലെ ഡൽഹിക്ക് നേരിടേണ്ടത്. അതിനാൽ ഹൈദരാബാദിനെതിരായ ജയം അനിവാര്യം. പോസിറ്റീവ് റൺ നിരക്കുള്ളത് അക്ഷർ പട്ടേലിനും സംഘത്തിനും പ്രതീക്ഷ. ഇനി നേർക്കുനേർ പോരാട്ടത്തിന്റെ കണക്കിലേക്ക് വന്നാൽ നേരിയ മുൻതൂക്കമുള്ളത് ഹൈദരാബാദിനാണ്. ആകെ മത്സരിച്ചത് 25 മത്സരങ്ങളിൽ. 13-ൽ ഹൈദരാബാദും 12-ൽ ഡൽഹിയും ജയിച്ചു. എന്നാൽ ഈ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ 7 വിക്കറ്റിന് ഡൽഹി ഹൈദരാബാദിനെ തകർത്തു. ഇനി ചെറിയ കളികളില്ല. ഒരു വീഴ്ച, ഒരു പരാജയം, അത് പുറത്തേക്കുള്ള വാതിലാകും. ആദ്യ കിരീടം സ്വപ്നം കാണുന്ന ഡൽഹി, കഴിഞ്ഞ തവണ ഫൈനലിൽ കിരീടം കൈവിട്ട ഹൈദരാബാദ്. ജീവൻ മരണ പോരിൽ നേർക്കുനേർ വരുമ്പോൾ ആര് നേടുമെന്ന് കാത്തിരിക്കാം.